മാജിക് മോർണിംഗ് ടു ആൾ. ഓക്കെ, അപ്പൊ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പൊ നല്ലൊരു വീക്ക് ആയിട്ടുണ്ട്. വീക്ക് നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീക്കും നല്ലൊരു ബെറ്റർ വീക്കായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെക്ഷൻ എടുക്കാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഓസ്റ്റിൻ സാറാണ്. അപ്പൊ മൈൻഡ്ഫുൾനെസ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഞാൻ ഓസ്റ്റിൻ സാറെ വെൽക്കം ചെയ്യുന്നു. പ്ലീസ് താങ്ക് യു വെൽക്കം സോ സർ. മച്ച് ഗോപിക, താങ്ക്സ് എ ലോട്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫോക്കസിനെ കുറിച്ചാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഫോക്കസിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്, എങ്ങനെയൊക്കെ ഫോക്കസ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നും അതിനോട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്, ആ ഒരു കാര്യമാണ് നമ്മുടെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഒന്ന് പറയാവോ ആരെങ്കിലും, മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണ്? ഒന്ന് പറയാവോ ആരെങ്കിലും ഒക്കെ? ഓക്കെ, ലീവ് ഇൻ പ്രസന്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഹാപ്പിനെസ്. ഓക്കെ ശ്രീഷ. വേറെ ആരെന്താ പറഞ്ഞ? ആരോ വോയിസിൽ പറഞ്ഞത് കേട്ടില്ല കേട്ടോ, വോയിസ് ബ്രേക്ക് ആവായിരുന്നു. എന്തായിരുന്നു? ഹാപ്പിനെസ്, അവയർനെസ്. ഓക്കെ, എത്ര പേര് ഇതിനകത്ത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? ആരെങ്കിലും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? യെസ്, ഞാൻ ഓ, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സർ. ഓക്കെ. ദിവ്യ എങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാമോ? ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ എന്ത് കാര്യമാണോ നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ മാനസികമായി അത് അനുഭവിച്ചുകൊണ്ട് ചെയ്യുക. വെരി ഗുഡ്. അതായത് മറ്റൊരു കാര്യത്തിലേക്ക് മനസ്സ് പോവാതെ, ഒരു വെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും അതിനെ നമ്മൾ ജിപ്സപ്പ് ആയിട്ട് കുടിക്കുമ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുക. അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ചെയ്യാറുണ്ട് അത്, എത്ര നല്ലോണം നാളായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്? ചെയ്യാറുണ്ട്. എനിക്ക് 1.5 month ആയി. ആണല്ലോ. എങ്ങനെയുണ്ട് അതിന്റെ റിസൾട്ട് എന്താണുള്ളത്? നല്ലൊരു ബെറ്റർ റിസൾട്ട് ആണ്. നമ്മൾ ഒരുപാട് ടെൻഷൻസ് എല്ലാം എന്താ പറയാ മാറി കിട്ടാനായിട്ട് നല്ല ഒരു പ്രാക്ടീസ് ആണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മൈൻഡ്ഫുൾനെസ് ആയിട്ടിരിക്കണം എന്ന് നിർബന്ധമില്ല. നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് മൈൻഡ്ഫുൾനെസ്സിലൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഈവൻ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമ്മൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമുക്ക് കഴിക്കുമ്പോൾ അത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയാം. താങ്ക് യു ദിവ്യ, താങ്ക് യു സോ മച്ച്. ദിവ്യ ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുന്നവരോ അറിയാവുന്നവരോ ആരെങ്കിലും ഉണ്ടോ മൈൻഡ്ഫുൾനെസ്? ഓക്കെ, 36 പേരുണ്ട്. ഓക്കെ, ഫൈൻ. എന്തായാലും ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് മൈൻഡ്ഫുൾനെസ്. ഞാൻ അതൊരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ജസ്റ്റ് ഒരു പിക്ചർ മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫിൽ നമുക്കൊന്നൊന്ന് എന്താ പറയാ, ഒന്ന് അവെയർ ആവാൻ ഒന്ന് മൈൻഡ്ഫുൾനെസ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. പ്രത്യേകിച്ച് ഫോക്കസിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു എന്താ പറയാ, നമ്മൾ ലീവ് ഇൻ ദ മൊമെന്റ് അല്ലെങ്കിൽ ആ പ്രസന്റ് മൊമെന്റിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ പ്രസിദ്ധമായ എക്കാർട്ടിലിന്റെ ഒരു പുസ്തകമാണ് ദ പവർ ഓഫ് നൗ എന്ന് പറഞ്ഞ പുസ്തകം. ആ പുസ്തകം വായിച്ച എത്ര പേരുണ്ട്? ദ പവർ ഓഫ് നൗ ആർക്കെങ്കിലും അറിയാവോ പുസ്തകം? യെസ് ഓ നോ? അറിയാം സാർ, അറിയാം. വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു ബുക്ക് തീർന്നിട്ട് വേണം അത് എടുക്കാൻ. ഓക്കെ ഓക്കെ ഓക്കെ. വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്കാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്കാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആ പുസ്തകം വായിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. ഇൻ ദ സെൻസ് അങ്ങനെയല്ല, അത് ഒത്തിരി തവണ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഇത് എന്ത് കുന്താണ് എഴുതി വെച്ചിരിക്കുന്നത് തോന്നും. നിങ്ങൾക്കും അത് ആദ്യം വായിച്ചു കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാര്യം വെച്ചാൽ ഫസ്റ്റ് ഇയാളിങ്ങനെ ചോദ്യവും ആൻസറും ഒക്കെ ആയിട്ട് അതിനകത്ത് ബുക്ക് പോകുന്നത്. അപ്പോ അത്ര ഈസി അല്ല അതൊന്ന് വായിക്കാനായിട്ടുള്ള ഒരു സംഭവം. കാര്യം പക്ഷെ അതും ഈ മൊമെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ദ മൊമെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ അതിനകത്തൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മെന്റൽ സ്റ്റേറ്റ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ ബീങ് ഫുള്ളി പ്രസന്റ് ആൻഡ് എൻഗേജ്ഡ് ഇൻ ദ കറന്റ് മൊമെന്റ് വിത്തൗട്ട് ജഡ്ജ്മെന്റ് ഓർ ഡിസ്ട്രാക്ഷൻ. എന്ന് വെച്ചാൽ നമുക്കറിയാലോ, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ്. അതിൽ നമ്മൾ ആ മൊമെന്റിലായിരിക്കുക, ജസ്റ്റ് ആ മൊമെന്റ് വിത്തൗട്ട് എനി ജഡ്ജ്മെന്റോ ഒരു ഡിസ്ട്രാക്ഷനോ ഇല്ലാതെ ഞാൻ ആ മൊമെന്റിനെ ജസ്റ്റ് ആസ്വദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു മൈൻഡ്ഫുൾനെസ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നത്.
അപ്പൊ ഇതില് നമ്മുടെ തോട്ട്സിനും ഫീലിങ്സിനും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒരു അറ്റാച്ച്മെന്റും ഇല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പൊ നമ്മുടെ ഒരു എന്താ പറയാ, ഈ ഒരു സംഭവം, ഈ ഒരു ബുദ്ധിസ്റ്റുകളാണ് അത് ഏറ്റവും കൂടുതൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. ബാക്കി പിന്നെ ഇപ്പൊ പല ആളുകളും ആ ഒരു മൈൻഡ്ഫുൾനെസ്സിലേക്ക് വരുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരുപാട് സ്ട്രെസ്, സ്ട്രെയിൻ ഇതൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. രണ്ട്, നമ്മൾ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആവും. നമ്മൾ ഈ ക്ലാസ്സുകളിൽ മുഴുവനും ഞാൻ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ ആഴ്ച എടുത്ത ക്ലാസ് അടക്കം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഒരു ഫോക്കസിനെ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഫോക്കസ് നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുവരാനായിട്ട് ഈ മൈൻഡ്ഫുൾനെസ് നമ്മളെ സഹായിക്കും. പിന്നെ നമ്മുടെ ഗോൾ സെറ്റിങ്സിലേക്കൊക്കെ കുറച്ചും കൂടി ഒരു ഇൻ ഡെപ്ത് ആയിട്ട് ഇറങ്ങാനായിട്ട് നമുക്ക് പറ്റും. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ഒരു വേൾഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയുന്നു, പല ആൾക്കാരും ക്യാമറ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ചിലപ്പോൾ കറിയും ചായയൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ മൊബൈലിൽ വന്ന വാട്സപ്പ് മെസ്സേജസ് കാണുന്നുണ്ടാവും. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവിടെ എന്തെങ്കിലും പ്രവൃത്തികളുണ്ടെങ്കിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ പറയുമ്പോൾ നമ്മുടെ കാതുകൾ കൊണ്ട് ഈ പറയുന്ന ക്ലാസ് കേൾക്കുകയും അന്ന് ആ സമയം തന്നെ നമ്മൾ വേറെ കാര്യങ്ങളും ചെയ്യുമായിരിക്കും. നമ്മുടെ ഏറ്റവും വലിയൊരു പരാജയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇതാണ്, നമ്മൾ ആ മൊമെന്റിനെ ആസ്വദിക്കുന്നില്ല. ഇപ്പൊ നമ്മളൊന്ന് ആലോചിക്കും, വീട്ടില് നിങ്ങൾ ഊണ് കഴിക്കാന്ന് വിചാരിച്ചോ, ഭക്ഷണം കഴിക്കുകയാണ്. ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഭക്ഷണമാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ആണോ അല്ലയോ? എന്റെ ചോദ്യം ഇതാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ ടേസ്റ്റോ കാര്യമാണെന്നോ? ആണോ? അതെ അതെ അതെ. പക്ഷെ മിക്ക ആൾക്കാരും TV വെച്ചിട്ട് കാണുമ്പോൾ ആ ഭക്ഷണത്തിനോട് നല്ല കോൺസെൻട്രേഷൻ കൊടുക്കുക. പക്ഷെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം തന്നെ ആസ്വദിച്ച് കഴിക്കും. ഓക്കെ, സിന്ധു മാം, താങ്ക് യു. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ഞാൻ കണ്ടിരിക്കുന്നു, ഒന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും, അതല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുക, ഇനിയിപ്പോ ഈ അമ്മച്ചിമാരാണെങ്കിൽ ആലോചിക്കും, ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പാത്രം കഴുകിയിട്ട് എപ്പോ കിടന്നുറങ്ങാനാ, ഇതൊക്കെ ആയിരിക്കും ആലോചിക്കുന്നത്. അതല്ലെങ്കിൽ ഈ ഫുഡ് ഉണ്ടാക്കാൻ കഴിച്ച കഷ്ടപ്പാട് ആലോചിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ അതെല്ലാം ആലോചിക്കുക, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുക. അതുപോലെ കുളിക്കുന്ന സമയത്ത് നമ്മൾ കുളീനെ കുറിച്ചാണ് ആലോചിക്കുക. അല്ല, നമ്മൾ ആലോചിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് മാറി ഇനിയിപ്പോ എവിടേക്ക് ജോലിക്ക് പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, ഇങ്ങനെ മേത്ത് വെള്ളം വീഴുന്ന സമയത്തൊന്നും നമ്മൾ ഇതൊന്നും ഓൺ ദ മൊമെന്റിൽ നമ്മൾ ഫീൽ ചെയ്യാല്ല. ഇനി അതിലും വലുതായിട്ട് എനിക്ക് തോന്നിയ കാര്യം വെച്ചാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോയെന്ന് വിചാരിച്ചു, ലൈക്ക് ഇപ്പൊ ഒരു കലാപരിപാടി നടക്കായിരിക്കും. 90% ആളുകൾക്കും ആ ഒരു പ്രോഗ്രാം ആസ്വദിക്കാതെ ചിലപ്പോൾ വീട്ടിലൊക്കെ പറയാതെ ആയിരിക്കും പോയിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ വലിയ കുട്ടികളാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കള്ളത്തരൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും സംഭവിക്കുന്ന വെച്ചാല് എന്താ പറയാ, അവർക്ക് അറിയാം അത് ചെയ്യാൻ പാടില്ല, പക്ഷെ അത് ചെയ്യുമ്പോഴും ആ മൊമെന്റ് എൻജോയ് ചെയ്യില്ല. അയ്യോ, ഇനി ഇതിപ്പോ വീട്ടിൽ ചെല്ലുമ്പോ എന്താ പറയാ, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ എന്ത് പറയും, ഇതൊക്കെ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിട്ട് പോകും. അപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ചാല് ഒരിക്കലും നമ്മള് ഇൻ ദ മൊമെന്റ് ജീവിക്കുന്നില്ല. ഈ നിമിഷത്തിലായിരിക്കാനായിട്ട് നമുക്ക് ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ മറ്റു ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റി തുടങ്ങിയാണ്ടല്ലോ, നമുക്ക് ജീവിതത്തിൽ വേറെ കാര്യമായിട്ടൊന്നും വേണ്ട. ഒരു ബുക്ക് വായിക്കുമ്പോൾ പോലും നമ്മൾ ആ ബുക്കിലേക്കല്ല നോക്കുന്നത്, നമ്മൾ അപ്പോഴേക്ക് വേറെ ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്കൊക്കെ അറിയാം, ഞാനൊക്കെ അങ്ങനെയാണ്. നമ്മളിപ്പോ ഒരു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ മണിക്കൂറുകളോളം വണ്ടി ഓടിച്ചു കഴിയുമ്പോഴാണെങ്കിൽ ദൈവമേ മലപ്പുറം എത്തിയോ, തൃശ്ശൂരിൽ നിന്ന് പോകുന്നതാണല്ലോ, അതുവരെ നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തയായിരിക്കും. റോഡിൽ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും, ഒക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ആ ഒരു മൊമെന്റിനെ എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ ആലോചിക്കുന്നു, ഓഫീസിലായിരിക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുന്നു. അന്ന് ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഓഫീസിലെ കാര്യം ആലോചിച്ച് ജോലി ചെയ്താൽ മതി, ചെയ്യൂല. നമ്മൾ എന്ത് ചെയ്യാം, വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം, വീട്ടിൽ മക്കൾ ഇപ്പൊ എന്തെടുക്കായിരിക്കും, ഭാര്യ എന്തെടുക്കായിരിക്കും, വൈഫ് ഭർത്താവിന് ഇപ്പൊ എന്ത് ചെയ്യോ, മരുന്ന് കഴിച്ചിട്ടുണ്ടാവോ, ഇങ്ങനെ നമ്മൾ ഓരോ നിമിഷത്തിൽ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതുകൊണ്ട് നമുക്ക് ഒരു കാര്യത്തിലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യത്തിലും. കാര്യം നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് അതിന് നല്ല ഔട്ട്പുട്ട് കിട്ടും. പക്ഷെ എന്ത് ചെയ്യും, അത് ചെയ്യില്ല. അപ്പോഴേക്കും നമ്മൾ അടുത്ത കാര്യത്തെ കുറിച്ച് ചിന്തിക്കും. അപ്പൊ നമുക്ക് ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാണ്. ദിനോജ് പറഞ്ഞതുപോലെ
എങ്ങനെ നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇപ്പം അതിന് ഏറ്റവും കുറേ നല്ല മെത്തേഡ്സ് ഉണ്ട്. ഈ മെത്തേഡ്സ് ഒക്കെ നമ്മൾ പതിയെ പതിയെ നമ്മൾ ഇൻവോൾവ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പതിയെ പതിയെ നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ, പെട്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, കുറേ നാള് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇന്റർനെറ്റിൽ, മിക്കവാറും എന്റെ വർക്ക് ഇന്റർനെറ്റ് ആയിട്ട് ബേസ്ഡ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഞാനൊരു മെയിൽ അയക്കാൻ വേണ്ടി നോക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഉടനടി ഞാൻ വേറൊരു ചാനൽ അല്ലെങ്കിൽ വേറൊരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിനകത്ത് ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കും. ഡെയിലി ന്യൂസുകളൊക്കെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ന്യൂസ് വായിക്കാൻ ഇഷ്ടമായതുകൊണ്ട് പ്രത്യേകിച്ച് എന്റർടൈൻമെന്റ് ന്യൂസ് ഒക്കെ ആയിരിക്കും വായിക്കുന്നത്. അപ്പൊ ഞാൻ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ചിലപ്പോൾ അതിനകത്ത് ഒരു സെക്കൻഡ് ഡിലേ അല്ലെങ്കിൽ 30 seconds ഡിലേ അല്ലെങ്കിൽ 1 minute ഡിലേ ഒക്കെ ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം സെർച്ച് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് ആ ഡിലേയിൽ പോലും നമ്മൾ അടുത്തൊരു ടാസ്കിലേക്ക് പോകും. അപ്പൊ എന്താ പറ്റിയ എന്റെ മൈൻഡ്ഫുൾനെസ് പോയെന്ന് മാത്രമല്ല, എനിക്ക് 2 വർക്കും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. വായന നടക്കും, പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു എഫക്ട് മീ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡും എൻജോയ് ചെയ്യാൻ പറ്റില്ല, അടിപൊളിയാണ്. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സിനോട് ആയിരിക്കുന്ന സമയത്ത് ആ മൊമെന്റ് എൻജോയ് ചെയ്യാം. വീട്ടിൽ വൈഫിനോടോ ഭാര്യ കുട്ടികളോട് ആയിരിക്കണമെങ്കിൽ ആ മൊമെന്റ് എൻജോയ് ചെയ്യും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, വീട്ടിൽ വരുന്നു, കുട്ടികളായിട്ട് കളിക്കാൻ വേണ്ടി ഇരിക്കുന്നു, ആ സമയത്ത് നമ്മൾ മൊബൈൽ നോക്കുന്നു, മൊബൈലിലേക്ക് നമ്മൾ കോൺസെൻട്രേഷൻ പോകുന്നു. അപ്പൊ കുട്ടികളായിട്ടുള്ള നമ്മൾക്ക് ഒരു എൻഗേജ്മെന്റ് ഭയങ്കരമായിട്ട് പോയി. ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇപ്പൊ പൊതുവെ ഇപ്പൊ ഭർത്താക്കന്മാരുടെ പുതിയ സ്റ്റൈലാണ്, ഭാര്യമാര് വർത്താനം പറയാൻ പറയുമ്പോൾ മറ്റേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ലിസണിങ് സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ട് മൊബൈൽ ഇങ്ങനെ ഇരിക്കേണ്ട, അതിന്റെ ഒരു എന്നിട്ട് ഓക്കെ ആ ഈ ഒരു മൂളില് കൊടുത്തോണ്ടിരിക്കും. സത്യം പറഞ്ഞ ഒരു കുന്തവും കേൾക്കുന്നുണ്ടാവില്ല. അപ്പൊ വൈഫ് പറയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കേൾക്കാനായിട്ട് പറയടി എന്ന് പറഞ്ഞിരിക്കാനുള്ള അതിനുള്ള ക്ഷമ പോലും നമുക്കില്ല. അപ്പൊ നമ്മള് ഇതിന്റെ ഒരു ആവശ്യകത എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രെസ്, ടെൻഷൻ ഇതൊക്കെ റിലാക്സ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ നമുക്ക് 1-2 മെത്തേഡ്സ് നമുക്ക് ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്യാം. കാര്യം ഓൾറെഡി നിങ്ങളൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്നതാണ് എങ്കിൽ പോലും നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കാം. ഒന്നാമത്തെ ഒരു ടെക്നിക്ക് നമുക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ്. പ്രത്യേകിച്ച് ഒരു സ്ട്രെസ്ഫുൾ മൊമെന്റ് വരുമ്പോഴോ അല്ലെങ്കിൽ എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും നിങ്ങൾ ഇരിക്കുമ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഒന്ന് ഒരു എന്താ പറയാ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കണ്ണടച്ചിരിക്കുക. എന്നിട്ട് നിങ്ങൾ പതുക്കെ ശ്വാസം ഇങ്ങനെ വലിക്കുക. ഇങ്ങനെ ശ്വാസം വലിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മൂക്കിന്റെ അഗ്രങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യും. നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ മുമ്പൊക്കെ. കാര്യം നമ്മൾ കുറെ ശ്വാസം ഡെയിലി വലിക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടാവില്ല. അത് നമ്മളിങ്ങനെ പതുക്കെ വലിച്ചുള്ളിലേക്ക് വെച്ച് പതുക്കെ അവിടെ ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ പുറത്തേക്ക് വിടുമ്പോൾ ആ ശ്വാസത്തിനൊരു ചൂടുണ്ടാവും. നമ്മുടെ മൂക്കിന്റെ ആ ഹോൾസിലൂടെ ഒക്കെ ശ്വാസം പുറത്തു പോകുമ്പോൾ ഒരു ചൂടുണ്ടാവും. ജസ്റ്റ് ഒരു 3-4 ബ്രെത്ത് നിങ്ങൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. വേറെ ചിന്തകൾ വന്നാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ ആ തണുപ്പ് ചൂട് ആ ഒരു ഡിഫറൻസ് ഒന്ന് ഫീൽ ചെയ്യാവും. യു ജസ്റ്റ് ഫീലിംഗ് ദാറ്റ് ഹോട്ട് ആൻഡ് കോൾഡ്. നമ്മുടെ ഉള്ളിലേക്ക് ജീവശ്വാസം ഇങ്ങനെ കയറുകയാണ്, അത് തന്നെ പുറത്തോട്ട് പോകുന്നു. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. ഞാൻ പറഞ്ഞാൽ ഒരു 1 to 3 minutes ഒക്കെ എപ്പോഴെങ്കിലും ഇരുന്നിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ചൂട് ഫീൽ ചെയ്യുക. നിങ്ങൾ അതിൻ്റെ അകത്ത് ബ്രീത്ത് എത്ര ആയെന്നോ കൗണ്ട് ചെയ്യാനോ നിൽക്കണ്ട. ജസ്റ്റ് ആ ചൂടൊന്ന് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ അതൊന്ന് പുറത്തോട്ട് ആ തണുപ്പും ഒന്ന് ഫീൽ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇതന്നെ അടുത്തൊരു മെത്തേഡ്സിലേക്ക് നമുക്ക് മുന്നോട്ട് പോവാം. നിങ്ങൾ എല്ലാവരും കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ തന്നെ സ്ട്രെയിറ്റ് പൊസിഷൻസിലേക്ക് പറ്റുവാണെങ്കിൽ കാലൊക്കെ ഒന്ന് താഴെ തറയിലൊക്കെ ഒന്ന് മുട്ടിച്ച് വെച്ചിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഒരു ബോഡി സ്കാനിങ് നമ്മൾ ചെയ്യുകയാണ്. നമ്മൾ ഈ ശ്വാസം വലിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ബോഡി സ്കാനിങ് ചെയ്യുകയാണ്. അത് നമ്മുടെ മുടിയെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മൾ കണ്ണടച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ തലയോട്ടി അതിലൊക്കെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാം. അപ്പൊ എനിക്ക് എന്താ അവിടെ ഫീൽ ചെയ്യുന്നത്? ചിലർക്ക് ചൊറിച്ചിലായിരിക്കും, ചിലർക്ക് ഒന്നും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, ചിലർക്ക് ഒരു തണുപ്പായിരിക്കാം. നമ്മുടെ മനസ്സിലൂടെ നമ്മുടെ ബോഡിയെ നമ്മൾ സ്കാൻ ചെയ്യണം, നമ്മുടെ ബോഡിനെ തന്നെ.
നമ്മൾ ആദ്യം ഇങ്ങനെ തലയോട്ടി ആ തലമുടിയൊക്കെ കാണുന്നു, പതിയെ കാഴ്ചകൾ താഴോട്ട് വരുന്നപ്പോൾ നമ്മുടെ കണ്ണുകൾ നമ്മൾ കാണുകയാണ്. കണ്ണിൽ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? പതിയെ താഴ്ന്ന് നമ്മുടെ കാതുകൾ, അങ്ങനെ നമ്മുടെ ബോഡിനെ ഒന്ന് പതുക്കെ പതുക്കെ സ്കാൻ ചെയ്യാം. നമ്മളിപ്പം നമ്മുടെ നാസാരന്ധ്രങ്ങൾ കാണുകയാണ്, നമ്മുടെ വായ, പതിയെ നമ്മുടെ കണ്ണിങ്ങനെ ഒരു സ്കാനിങ് പോലെ ഇങ്ങനെ ഓടിച്ചു പോട്ടെ. അതുപോലെ നമ്മുടെ കഴുത്ത്, ഇപ്പൊ നമ്മുടെ ഷോൾഡർ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇനി നമ്മുടെ ചെസ്റ്റ് നമ്മൾ കാണുക. അതിന്റെ ശ്വാസം വലിക്കുമ്പോൾ ആ ഒരു എന്താ പറയാ, ഒരു ഉയർച്ചയും താഴ്ചയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. നമ്മളിങ്ങനെ ശ്വാസം വലിക്കുമ്പോൾ അത് ഉയരുന്നു, ശ്വാസം വിടുമ്പോൾ അതൊന്ന് പതുക്കെ താഴേക്ക് പോകുന്നു. നമ്മുടെ ഉള്ളിലുള്ള ഒരു ലങ്സ്, ലിവർ, അതൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ കാണുകയാണ്. നമ്മുടെ കൈകൾ കാണുകയാണ്, വളരെ റെസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു കൈകൾ നമ്മൾ കാണുകയാണ്. നമ്മുടെ അബ്ഡമോൺ, നമ്മുടെ വയറിലെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കാണുക. അവിടെ എന്തെങ്കിലും പെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്നിപ്പോൾ സെൻസ് ചെയ്യാം. ഇനി നമ്മൾ താഴോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഇടുപ്പ്, നമ്മുടെ ബാക്ക്, നമ്മുടെ കാലുകൾ നമ്മളിങ്ങനെ കാണുകയാണ്. നമ്മുടെ മുട്ട് അനങ്ങാതിരിക്കുകയാണ്, പക്ഷെ ആ മുട്ടിൽ എന്തെങ്കിലും വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം ഫീൽ ചെയ്യണമെങ്കിൽ നമുക്കതിപ്പോൾ നോക്കാം. അല്ലെങ്കിൽ അത് സുഖമാണെങ്കിൽ അതും അനുഭവിക്കാം. ഇനി പതിയെ താഴോട്ട് വന്ന് നമ്മുടെ കാലുകൾ, നമ്മുടെ വിരലുകൾ, കാലിന്റെ വിരലുകൾ, തറയിൽ ചേർന്നിരിക്കുന്ന വിരലുകളൊക്കെ ഒന്ന് ഫീൽ ചെയ്യാം. കുറച്ച് സെക്കൻഡ് കൊണ്ട് നമ്മൾ നമ്മുടെ ബോഡീനെ, എൻ്റെ ബോഡിയിലെ നമ്മളിങ്ങനെ സ്കാൻ ചെയ്ത് ഫീൽ ചെയ്തിരിക്കുകയാണ്. ഈ നിമിഷങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ചിന്തകൾ അധികം മറ്റ് കാര്യങ്ങളിലേക്ക് പോകാതെ നമ്മുടെ ഓരോ ബോഡിയിലെ ഓരോ പ്രവർത്തനങ്ങളിലേക്കാണ് നമുക്ക് പോയി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. എന്നിട്ടൊന്ന് ഹൃദയപൂർവ്വം ഒന്ന് നന്ദി പറയുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് ഹൗ അമേസിങ് ഇറ്റ് ഈസ്. അല്ലെ, നമ്മളെല്ലാവരും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു, ശ്വാസമാകത്തേക്ക് വരുന്നു, പുറത്തേക്ക് വരുന്നു, നമുക്ക് ജീവൻ തുടിക്കുന്നു, നമ്മുടെ എല്ലാ സിസ്റ്റംസും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നു, ഹൃദയം ഇടിക്കുന്നുണ്ട്, ലിവർ ബ്ലഡിനെ ശുദ്ധീകരിക്കുന്നുണ്ട്, കിഡ്നി ബാക്കിയുള്ള ബോഡിയിലെ വേസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്ത് മൂത്രമാക്കുന്നത്, അങ്ങനെയാക്കുന്നു, എല്ലാം എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ എൻജോയ് ദിസ് മൊമെന്റ്. How beautiful we are, how lucky we are, how happy we are, because everything is working in a perfect manner, perfect condition. Say thank you. Open your eyes, open your eyes. ഇതൊരു മെത്തേഡ് എത്ര പേര് ഉറങ്ങിപ്പോയി നമ്മുടെ രാവിലെ തന്നെ ആയതുകൊണ്ട്. പക്ഷെ ഹൗ ഡു യു ഫീൽ? ലൈക്ക് നിങ്ങൾ എന്താ, ആരെങ്കിലും ഒന്ന് പറയാവോ? ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഫീൽ ചെയ്തോ? എന്താണ് തോന്നിയത്? ശരിക്കും മൂക്കിൽ കൂടെ ശ്വാസം പോണത് അറിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ മൂക്കിന്റെ തുന്നത്തൊരു അരിപ്പ് പോലെ തോന്നി. വെരി ഗുഡ്, വെരി പിന്നെ നമ്മൾ ഓരോ ശരീരഭാഗങ്ങൾക്ക് വരുമ്പോഴും നമ്മൾക്ക് എന്തോ ഒരു വൈദ്യുതി പാസ് ചെയ്യുന്ന പോലെ ഒരു അരിച്ചിറങ്ങണ പോലത്തെ ഒരു ഫീൽ വന്നു. നന്നായിട്ടുണ്ട് സാറേ, നന്നായിട്ടുണ്ട്. വേറെ ആരെങ്കിലും? മൂക്കില് ശ്വാസം വിട്ട സമയത്ത് വലിക്കുമ്പോ നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുറത്തേക്ക് വിടുമ്പോഴത്തേക്കും ഹോട്ട്, ചൂട്, അത് നന്നായിട്ട് ഫീൽ ചെയ്തു. ഇത് ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, ഇത് ഈ ഒരു സാധനം നമ്മള് എത്രയോ തവണ, എത്രയോ ലക്ഷം പ്രാവശ്യം നമ്മൾ ചെയ്തു, പക്ഷെ നമ്മൾ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മൾ വീണ്ടും ശ്വാസം വലിച്ചു തുടങ്ങിയപ്പോ ആ ചൂടും തണുപ്പും ഒന്നും നമ്മൾ ഇപ്പൊ ഫീൽ ചെയ്യുന്നില്ല. ലൈക്ക് ബിക്കോസ് വി ആർ നോട്ട് അവെയർ അബൌട്ട് ഇറ്റ്, വി ആർ നോട്ട്, എന്താ പറയാ, നമുക്ക് അതിനെ കുറിച്ച് വലിയ ധാരണകളില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഫുൾ ടൈം നമുക്ക് ഇതുപോലെ ആയിരിക്കാൻ പറ്റുമോ എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ കുറച്ച് സമയമെങ്കിലും നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു മെത്തേഡിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോ? നമുക്ക് വേറെ ചിന്തകൾ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നില്ലേ? ഒന്ന് ആരെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് പറയാവോ? നമ്മൾ ഈ ബോഡി സ്കാൻ ചെയ്തപ്പോഴും ഇതൊക്കെ മറിച്ചൊന്നും ചിന്തിക്കണുണ്ടായിരുന്നില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. പറയൂ ശ്രീരജ്. കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു, ശരിയാണ്. ഓക്കെ. ഓരോ മൂവിലും ആസ്വദിക്കുന്നുണ്ട്. വെരി ഗുഡ് ദിവ്യ, താങ്ക് യു. അതെ, താങ്ക് യു സാർ.
താങ്ക് യു സോ മച്ച്. സോ ഇതൊരു പവർഫുൾ മെത്തേഡാണ്. കാര്യം നമുക്കറിയാം, നമ്മളൊരു നല്ലൊരു മെഡിറ്റേഷൻ ആവാം അല്ലെങ്കിൽ ഒരു ഇതിന്റെയൊക്കെ ഏറ്റവും വലിയൊരു ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മള് ചിന്തകളാൽ ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഈ പറഞ്ഞ നമ്മൾ ഈ ഒരു അവയർനെസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോഡീനെ സ്കാൻ ചെയ്യുക. അപ്പൊ നമ്മൾ എന്നിട്ട് ഇതിന്റെ ഉള്ളില് ഞാൻ ഈ പറഞ്ഞതുപോലെ പതുക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ ദിവസം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഇത് നിങ്ങൾ എത്ര പേര് നന്നായി ചെയ്തു എന്ന് എനിക്കറിയില്ല. നന്നായി ചെയ്തവർക്ക് ഇന്നത്തെ ദിവസം സൂപ്പർബായിരിക്കും. ദാറ്റ് ഈസ് മൈ ഗ്യാരണ്ടി. ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് ഭയങ്കര ഒരു ഫ്രഷ്നെസ്സും ഒരു എയറും ഒരു എന്താ പറയുക ഒരു പവർഫുൾനെസ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നില്ല. ലൈക്ക് നമ്മളിനിപ്പോ ഇത് ഇങ്ങനെ ഒരു അടുത്തൊരു ക്ലാസ് കേൾക്കുന്നവരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾ പോകുന്ന സമയത്ത്, ഇപ്പോൾ ജോലിക്ക് പോകുന്നു, ബസ്സിലിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് സ്റ്റിൽ യു ക്യാൻ ഫീൽ. ഈവൻ ശബ്ദമൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതൊന്ന് ഫീൽ ചെയ്യാം. അതല്ലെങ്കിൽ ജോലിക്ക് കയറുന്ന സമയത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് സ്ട്രെസ്ഡ് ആവണം. അയ്യോ ഇതെങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ എന്തൊക്കെ കാണിക്കുന്നു. ജസ്റ്റ് കണ്ണടയ്ക്കുക, ആ ശ്വാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മളെ ആ ഒരു എന്താ പറയാ ആ മൊമെന്റ് എൻജോയ് ചെയ്യുക. അപ്പൊ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇപ്പൊ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും ഒരു 5-10 അടി ഉള്ള ഒരു സ്പേസ് കണ്ടെത്തുക. നിങ്ങൾക്ക് മീൻസ് നമ്മുടെ വീടിന്റെ അകത്ത് തന്നെ റൂമിൽ തന്നെയുള്ള സ്പേസ് ആണെങ്കിലും മതി. എന്നിട്ട് പതിയെ നടക്കുക, വേഗത്തിലല്ല. ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്ത് പതുക്കെ നിങ്ങൾ നടക്കുക. ഇതൊന്നും അധികം സമയം ചെയ്യുന്നതല്ലാണ്ട് ഞാൻ പറഞ്ഞത്, എപ്പൊക്കെ ചെയ്യാൻ പറ്റില്ല നല്ലതാണ്. അപ്പൊ നമ്മുടെ കാലിങ്ങനെ പതിയെ ഇങ്ങനെ തറയിലൊക്കെ തൊടുമ്പോൾ ആ ഒരു ഫീല്, ആ ഒരു തണുപ്പ്, അപ്പൊ കാലിങ്ങനെ പൊങ്ങുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഇത് മാത്രം ഇങ്ങനെ എൻജോയ് ചെയ്ത് പതിയെ നടക്കുക. സോ ഇറ്റ് വിൽ ബി സൂപ്പർ. നിങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മതി. നിങ്ങൾ എവിടെയെങ്കിലും ആരും ഇല്ലാത്തൊരു സ്ഥലമൊക്കെ ആണെങ്കിൽ, അപ്പം അല്ലെങ്കിൽ അവർ ഉറങ്ങുന്ന സമയത്ത് രാവിലെയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പതിയെ പറ്റുവാണെങ്കിൽ കണ്ണടച്ചിട്ട് ആ ഒരു നിങ്ങളുടെ കാലിലൂടെ ആ ഒരു ഫീൽ ചെയ്ത് ആ നടക്കുന്ന സമയം ഗ്രാസിൽ സൂപ്പറാണ്, അടിപൊളി ചെയ്യുക. താങ്ക് യു സോ മച്ച്. ആ ഗ്രാസിലൊക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ പതിയെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഒരു സൂപ്പർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരും. ഞാൻ പറഞ്ഞേ, ഇത് ഞാൻ പറഞ്ഞ നടക്കുന്ന മാത്രമല്ല, ഓരോ കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ഇതിന് പേർപ്പസ്ഫുള്ളി നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ കാലിലൂടെ ഇങ്ങനെ ഒരു ചെറിയ തണുപ്പൊക്കെ ഇങ്ങനെ അരിച്ചു കയറി നമ്മുടെ ബോഡിയിലേക്ക് ഇങ്ങനെ വരുന്നതും നമ്മൾ ഫുള്ളി എനർജൈസ്ഡ് ആവും. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം ചെയ്യാന്ന് വെച്ചാല്, നമുക്കറിയാം നമുക്ക് എത്ര പേർക്ക് അറിയും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മുടെ ഏറ്റവും വലിയൊരു മാഗ്നറ്റ് ഭൂമിയാണ്. ഇത് കുറെ പേര് പോലും അത് ചെയ്യാറില്ല. നമുക്കറിയാം, നമ്മൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ചെരുപ്പിടാതെ നമ്മൾ ഇറങ്ങാറില്ല. കുറെ പേരൊക്കെ ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഭൂമി ഒരു മാഗ്നറ്റ് ആണെന്ന് അറിയാലോ. ഭൂമി മാഗ്നറ്റ് അല്ലെങ്കിൽ നമ്മളൊന്നും ഇവിടെ നിൽക്കൂല. ഈ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് അറിയാലോ, വലിയൊരു കാന്ത വലയമാണ്. അപ്പൊ അത് അത്രയും പവർഫുള്ളി ഭൂമിയിലേക്ക് എല്ലാം വലിച്ചടിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചെരുപ്പിടാതെ നടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ വശങ്ങളും എല്ലാം വന്ന് നിൽക്കുന്നത് നമ്മുടെ ഈ കാലിന്റെ അടിയിലേക്കാണ്. അപ്പൊ നമ്മൾ ചെരുപ്പിടാതെ ഭൂമിയിലേക്ക് നടക്കണമെങ്കിൽ കുറേ നെഗറ്റീവ് എനർജി, നമ്മുടെ ബോഡിയിലുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പ്രോസസ് ചെയ്ത് ഭൂമിയിലേക്ക് പോകുന്ന പറയുന്നത്. അപ്പൊ നിങ്ങൾ പലപ്പോഴും നരേന്ദ്രമോദിയുടെ വീഡിയോ കണ്ടോണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പുള്ളിക്കാരൻ എല്ലാ ദിവസവും ചെയ്യുന്ന വെച്ചാല് ഇങ്ങനെ വെള്ളം ഉണ്ടാവും, കല്ല് ഉണ്ടാവും, പാറക്കല്ല്. നിങ്ങൾ കണ്ടോ, അദ്ദേഹം നടക്കുന്ന ഒരു പാത്വേ ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പുള്ളി ഓഫീസിലാണെങ്കിൽ അവിടെ ഒരു എൻറ്റയർ ഏരിയ സെറ്റ് ചെയ്തേക്കാണ്. അപ്പൊ അതിൽ ആദ്യം മണ്ണിലൂടെ നടക്കും, പിന്നെ ചരലുണ്ടാവും, പിന്നെ മണലുണ്ടാവും, വെള്ളം ഉണ്ടാവും, മറ്റേ ഉരുളൻകല്ലുകൾ ഉണ്ടാവും. ഓക്കെ, ബഷീർ സാർ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ പുള്ളി രാവിലെ ഒരു മെഡിറ്റേറ്റീവ് മോഡിലൊക്കെ നടക്കും. സോ വൈ ദേ ഡു ദാറ്റ്? ഇത് നമ്മളെ തന്നെ ഒന്ന് ക്ലെൻസിങ് ചെയ്യാൻ, നമ്മളെ തന്നെ ഒന്ന് നന്നാക്കാനൊക്കെ നല്ലത്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് പതുക്കെ ഈ പറഞ്ഞ ഡിഫറെന്റ് ഫീൽഡിലൂടെ നടക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോ പുല്ലിലൂടെ ആണെങ്കിലും എവിടെയാണെങ്കിലും, ഈവൻ നമ്മുടെ ഇനിയിപ്പോ പുല്ലൊന്നുമില്ല മിറ്റൊന്നും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അകത്ത് റൂമിൽ തന്നെ നടക്കാം. പക്ഷെ ജസ്റ്റ് ഫീൽ ദാറ്റ് മൊമെന്റ്. അതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയ ദിവ്യ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, അതൊന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മുടെ പകുതി അസുഖങ്ങൾ ഉണ്ടാവില്ല. എന്താന്ന് വെച്ചാല് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനൊക്കെ അതിൽ ഭയങ്കര പൂറായിരുന്നു. ഞാനും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഭക്ഷണം കിട്ടിയ ആക്രാന്തത്തോടെ വലിച്ചു വാരി തിന്നാന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു സ്കോപ്പ്. പക്ഷെ ആ ഫുഡ് എടുത്തിട്ട് അതിന്റെ ഒരു സ്മെല്ല്, അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ടേസ്റ്റ് പതുക്കെ വായിലൊക്കെ ഇടുന്ന് ചവച്ചരച്ചൊക്കെ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയാണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം, നിങ്ങൾക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഓവർ ഈറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. മൈൻഡ്ഫുൾ ആയിട്ട് ഈറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു അസുഖവും വരില്ല, ഓവർ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഏറ്റവും രസം എന്ന് വെച്ചാൽ, ഞാൻ
മാധവൻ, സിനിമാ നടൻ മാധവന്റെ ഒരു വീഡിയോ, ഒരു അഭിമുഖം കണ്ടു. അപ്പൊ അതിൽ അദ്ദേഹം ഈറ്റിങ്ങിന് ഈ ഒരു പ്രോസസ്സിന് ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ട് സ്വിറ്റ്സർലൻഡിലാണോ മറ്റാണോ പുള്ളി പോയി അവിടെ ചെന്ന് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞു വെച്ചാല്, മാധവൻ വേർ ആർ ഫ്രം? ഓക്കെ, ഐ എം ഫ്രം ഇന്ത്യ. Madhavan, we learned all these techniques from India, and you came all the way from India to here and paid almost $6,000 to study this. പറഞ്ഞ മനസ്സിലായിരിക്കണം. അതായത് ഈ പറഞ്ഞ സായിപ്പന്മാരൊക്കെ ഇതിനെ കുറിച്ച് പഠിച്ചത് ഇന്ത്യയിൽ നിന്നാണ്. നീ ഇന്ത്യയിൽ നിന്ന് ഇത്രയും മൈലുകൾ ഫ്ലൈറ്റിന് കാശ് മുടക്കി ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഒരു $6,000 വന്നിട്ട് ഇത് പഠിക്കണം. അപ്പൊ അതില് മാധവൻ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഭക്ഷണം വെള്ളം കുടിക്കുമ്പോൾ ഭക്ഷണം കുടിക്കുമ്പോൾ ഭക്ഷണം കുടിക്കണം, വെള്ളം എന്താ പറയാ ഭക്ഷിക്കണം എന്ന് പറയാം. എന്ന് വെച്ചാല് പുള്ളി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മള് ഭക്ഷണം, നിങ്ങളെ കുറെ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും, ഏത് ഭക്ഷണമാണെങ്കിലും അത് വായിലിട്ടിട്ട് 32 പ്രാവശ്യമെങ്കിലും ചവയ്ക്കണം എന്ന് പറയാം. അങ്ങനെ ചവച്ച് വെള്ളമായിട്ട് ഇറക്കണം എന്ന് പറയാം. നമുക്കൊന്നും പറ്റാൻ സാധ്യതയില്ല, ഇന്നത്തെ ഈ ബിസി വേൾഡിൽ തീരെയും പറ്റൂല. പക്ഷെ അങ്ങനെ ചെയ്യാൻ സമയമുള്ളവരാണെങ്കിൽ ഹെൽത്ത് വൈസ് ഒന്നും ഉണ്ടാവില്ല. അതായത് നമ്മൾ ഒരു തുള്ളി ഭക്ഷണം, ഒരു ഭക്ഷണം എടുക്കുന്നു, അത് വായിലേക്ക് ഇടുന്നു, നമ്മൾ അതിനെ ഫീൽ ചെയ്ത് പറ്റുവാണെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡും കൂടി വെച്ചാൽ അടിപൊളിയായിരിക്കും. കാര്യം നമുക്കറിയാലോ, ഈ ഇത്രയും ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ ഒരു അരി ചോറാണ് നമ്മൾ കഴിക്കണമെങ്കിൽ പോലും എത്രയോ കർഷകര് അവര് വിത്തെടുത്ത് വെച്ച് അത് മുളപ്പിച്ച് അത് വെള്ളത്തിലിട്ട് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് അത് പിന്നെ കൊയ്തെടുത്ത് അതിൽ കുറെ കിളി കൊണ്ടുപോയി ഇതൊക്കെ പിന്നെ മില്ലിൽ കൊണ്ടുപോയി അത് കുത്തി അരിയെടുത്ത് പാക്കറ്റാക്കി നമ്മുടെ മുമ്പിൽ വന്നു. നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിനെടുത്ത് കഴുകി അടപ്പത്തിട്ട് വെന്ത് പ്ലേറ്റിൽ വരുമ്പോഴേക്കും ഒരു 10,000-കണക്കിന് ആൾക്കാർ ഈ സാധനത്തിൽ ഇൻവോൾവ് ആണ്. ഇവരൊക്കെ ഇവരുടെ പരിപാടികൾ ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് തിന്നാൻ ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല. സോ നമ്മൾ ആ സാധനം എടുത്ത് വായിലിട്ട് ഇത്ര ഇവരൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. പക്ഷെ ദാറ്റ് ഡസന്റ് മാറ്റർ ദാറ്റ് ഇഫ് യു ഹാവ് ലോട്ട് ഓഫ് മണി ആൻഡ് ദർ ഈസ് നോ ഫുഡ് അവൈലബിൾ, ദെൻ വാട്ട് ഷുഡ് ഡു? ഇല്ലേ, നമ്മുടെ 1 കോടി രൂപയുണ്ട്, പക്ഷെ നാട്ടില് ചോറോ ഭക്ഷണമോ മീനോ ഇറച്ചി ഒന്നും കിട്ടാനില്ല, പട്ടിണി കിടന്ന് ചാവാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് കുറെ ആളുകൾ ജോലി എടുക്കണം, കുറെ ആളുകളുടെ പ്രവർത്തിക്കണം. അപ്പൊ അവരൊക്കെ നന്ദിയോടെ സ്മരിച്ച് കഴിച്ച് വെള്ളമാക്കി കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ഫീല് കിട്ടും. അതുപോലെ നേരത്തെ ദിവ്യ പറഞ്ഞ പോലെ വെള്ളം കഴിച്ചിട്ട് വെള്ളം ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയും. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല്, ഇതിന്റെ ഒരു ഫിസിക്കോളജി എങ്ങനെയാന്ന് വെച്ചാല്, നമ്മൾ ഭക്ഷണം പ്രോപ്പർലി ചവയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഉമിനീരുമായിട്ട് അത് മിക്സ് ചെയ്യും. ആ സമയത്ത് നമ്മുടെ ബോഡി സെൻസ് ചെയ്യും എന്ത് ഫുഡാണ് വയറ്റിലേക്ക് ചെല്ലുന്നതെന്ന്. അതനുസരിച്ച് ബോഡിക്ക് പ്രിപ്പയർ ചെയ്യാനും അത് കൃത്യമായിട്ട് ന്യൂട്രീഷൻ ആക്കാനൊക്കെ മാറ്റും. ഇപ്പൊ ഞാനടക്കം എല്ലാവരും ചെയ്യുന്നതാണ്, ഭക്ഷണം എടുക്കുക, 2 തട്ട് ഇപ്പുറത്തും ഒരു തട്ട് ഇപ്പുറത്തും തട്ടി നേരെ അങ്ങനെ അകത്തേക്ക് ഇടും. പകുതി പോലും ചവച്ചിട്ടുണ്ടാവില്ല. സോ വി ആർ നോട്ട് ഫീലിംഗ് ദ ഫുഡ്. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ടി വി കാണുന്നു, നമ്മൾ ആൾക്കാരോട് വർത്താനം പറയുന്നു, നമ്മൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി, നമ്മൾ ടെൻസ്ഡ് ആയിട്ടാണ് സ്ട്രെസ്ഡ് ആയിട്ടാണ് ഈ ഫുഡ് കഴിക്കണമെങ്കിൽ ദാറ്റ് വിൽ ഹാമസ്. ഞാൻ അതിനെക്കുറിച്ച് ഒരു നെക്സ്റ്റ് ഡേ ഒരു ക്ലാസ്സിൽ ഞാൻ പറയാം. കാര്യം വെച്ചാൽ ഇങ്ങനെ. അപ്പം ഞാനിത് സമയം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ക്ലാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. വേറെ ഒന്നുമല്ല, മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമ്മൾ ഇൻവോൾവ് ആവാന്നുള്ളതാണ്. ഓരോ പ്രവൃത്തിയിലും. അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും പഠിക്കുന്നതാണെങ്കിലും ടി വി കാണുന്നത്, ഈവൻ ടി വി കാണുന്ന സമയത്ത് പോലും നമ്മൾ വേറെ ഓരോ കാര്യത്തിന് വേണ്ടി പോകും. മൊബൈലിൽ നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ അടുത്ത കാര്യത്തിലേക്ക് പോകും. സോ അങ്ങനെയല്ലാതെ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല പക്കയായിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഭയങ്കര ഈസിയിലേക്ക് വരും. നമ്മുടെ റിലാക്സേഷൻ ഒക്കെ ഒരുപാടാവും. ഇനി അതുപോലെ നിങ്ങൾക്ക് മറക്കാതിരിക്കാൻ ഞാൻ പറയുകയാണ്, നിങ്ങൾ വളരെ സ്ട്രെസ്ഡ് ആണോ, ഫീലിങ്സിലാണോ, ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് നേരം ഇരുന്നിട്ട് നിങ്ങൾ ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യുക. നമ്മൾ നേരത്തെ ബോഡി സ്കാൻ ചെയ്ത പോലെ, അതല്ലെങ്കിൽ നിങ്ങൾ ആ ശ്വാസമെങ്കിലും ജസ്റ്റ് ഇങ്ങനെ വലിച്ച് നമ്മൾ പുറത്തേക്ക് വിടുക, ചൂടും തണുപ്പൊക്കെ ഒന്ന് ഫീൽ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വല്ലാത്ത ഒരു ഫീൽ റിലാക്സ്ഡിലേക്ക് നമ്മൾക്ക് വരാൻ പറ്റും. അങ്ങനെ നമ്മുടെ ജീവിതം കുറച്ചും കൂടി ഭയങ്കര രസകരമായിട്ട് മാറും. അപ്പൊ എല്ലാവർക്കും ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേ ഞാൻ ആസ്വദിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഏറ്റവും എനർജറ്റിക് ആവട്ടെ, ഏറ്റവും പവർഫുൾ ആവട്ടെ. എല്ലാവർക്കും സ്നേഹവും ആശംസയും മാത്രം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓസ്റ്റിൻ സർ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോ സാർ നേരത്തെ ചെയ്തൊരു കാര്യത്തിൽ ഇപ്പോ ബ്രീത്തിന്റെ കാര്യത്തിന്റെ പോലെ ഓരോ
ഓർഗൻസിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഓർഗൻസിന്റെ ഷേപ്പ് വരെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ഇപ്പൊ സാർ ആ കണ്ണ്, മൂക്ക്, ചെവി എന്ന് പറയുമ്പോൾ ആ സമയത്ത് അതും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ദെൻ ആരാ സംസാരിക്കാൻ വരുന്ന ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ നമസ്കാരം. പറഞ്ഞോളൂ ശ്രീരാജ്. ശ്രീരാജാണ്. സാറിനകത്ത് എനിക്ക് മെയിനായിട്ട് എനിക്കുള്ളൊരു പ്രശ്നം തന്നെയായത്, എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മള് പല കാര്യങ്ങള് 100 പ്രശ്നങ്ങളായിരിക്കും ആലോചിക്കുന്നത്. അപ്പൊ രാവിലെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കൂടെ ഞാനിപ്പോ അതാ ചിന്തിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും മനസ്സിലോടി വരുന്നത്. ഇനിയിപ്പോ എന്താ നെക്സ്റ്റ് എന്താ, അപ്പൊ ആ ചിന്ത ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. സാറ് പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ ഒരു തണുത്ത് മൂക്കിലൂടെ കയറി വരുന്നതും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ മനസ്സിലാകാതെ ഇപ്പൊ സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ടാണ്. അപ്പോ എനിക്ക് തോന്നുക നല്ല ഹെൽപ്പായിട്ടുണ്ട് എനിക്ക് ക്ലാസ്. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഒക്കെ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കും ഞാൻ. അപ്പൊ നന്നായിട്ടുണ്ട് സാർ. ഏതായാലും ഞാൻ ഇതിലും കൂടുതലും സാറിന്റെ ഡെയിലി എല്ലാ ക്ലാസ്സുകളും പോലെ തന്നെ ഇത് നമുക്ക് നല്ലൊരു ലെസൺ തന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ബെനിഫിറ്റ് നമ്മൾ എടുക്കുന്നതാണ്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് ശ്രീരാജ്. താങ്ക്സ്. താങ്ക് യു. ശ്രീരാജ് ഒറ്റ ദിവസം കൊണ്ട് വലിയ പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. സിമ്പിൾ ടാസ്കുകളാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ നമ്മൾ ആ തുടക്കം 1% വെച്ച് നോക്കിയാൽ മതി. സോ എന്തായാലും നല്ല റിസൾട്ട്. ശരി സാറേ. എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യും സാർ. വലിയൊരു റിസൾട്ട് പ്രതീക്ഷിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അതെ. നിരാശയായിരിക്കും. നമ്മൾ സ്മോൾ സ്റ്റെപ്സ് ആണ് നമ്മളെ വലിയ കാര്യത്തിലേക്ക് എത്തുന്നത്. ശരിയാണ് സാർ, ശരിയാണ്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ ശ്രീരാജ്, താങ്ക്സ്. Then Nisira ma'am. ഹലോ, താങ്ക് യു സാർ. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ലൊരു അനുഭവമാണ് ഫീൽ ചെയ്തത്. സാർ പറഞ്ഞ പോലെ ശ്വാസം മേലോട്ട് വലിക്കുന്ന സമയത്ത് മൂക്കിൻ്റെ അറ്റത്ത് നല്ലൊരു തണുപ്പും വിടുമ്പോൾ ഒരു ചൂട്, നല്ലൊരു അനുഭവമായിരുന്നു. അറിയാത്ത കാര്യങ്ങളൊക്കെ കൂടുതൽ പറഞ്ഞു തന്ന വെച്ചിട്ടാണ്. താങ്ക് യു സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു നസീറ മാം. താങ്ക്സ്. Nisira ma'am. Shavini ma'am. ഹായ്. എപ്പോഴത്തെയും പോലെ ഇന്നത്തെ ക്ലാസ് വളരെയധികം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്വാസം എടുക്കുന്നതും വിടുന്നതിൻ്റെയൊക്കെ ഞാൻ കുറച്ച് ചില സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കും മൈൻഡ്ഫുൾനെസ് കേട്ടിട്ട്. പക്ഷെ നമ്മുടെ ശരീരം മുഴുവനുള്ള ആക്ടിവിറ്റി നോക്കാന്ന് പറയുമ്പോൾ സത്യത്തില് നമ്മളോട് തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തോന്നും. നമ്മുടെ ശരീരത്തോട്, അവനവനോട് തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തോന്നി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാർ. താങ്ക് യു സാർ. നമ്മൾ വെളിയിലുള്ളവരോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്, എഴുതാറുണ്ട്. പക്ഷെ എൻ്റെ ശരീരം ഇത്രയും ആക്റ്റീവായിട്ട് എനിക്ക് വേണ്ടി പ്രയത്നിക്കുന്നു, വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ നന്ദി. താങ്ക് യു സാർ. താങ്ക് യു ഷാമിനി മാം. താങ്ക്സ്. Shamini ma'am. Suleha ma'am. മാജിക് മോർണിംഗ്. താങ്ക് യു സാർ. ആദ്യം തന്നെ താങ്ക്സ് പറയാണ്. ഞാൻ സാറ് പറഞ്ഞ പോലെ തീരെ കോൺസെൻട്രേഷൻ ഇല്ലാത്തതാണ്. ഒരെണ്ണം ചെയ്യുമ്പോൾ അടുത്തത് ചിലപ്പോൾ ഇത് പകുതിയിൽ വെച്ചിട്ട് അടുത്തതിലേക്ക് പോകും. ആ പണിയായിരുന്നു കൂടുതലും. ശരിക്കും ഇപ്പോഴാണ് മനസ്സിലായത്, ഒന്നിൽ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളത്. പിന്നെ സാറ് മണലിൽ നടക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ഞാൻ അത് ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഞാൻ മണലിൽ നടക്കും, തീരത്ത് കൂടി. അത് ചെയ്തിരുന്നു. നല്ല ഇതാണ് ഉണ്ടാവുന്നത്. ആ സമയത്ത് നമുക്ക് നല്ലൊരു ഫീൽ കിട്ടാറുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിൽ തന്നെ പറയാറുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരച്ച് കഴിക്കണം. നമുക്ക് അറിയാം, പക്ഷെ അത് പ്രാക്ടീസോ നമ്മളൊന്നും ചെയ്യാറില്ല. കാരണം തിരക്കാണ്, വേഗം കഴിച്ചു പോകുന്നു. അപ്പൊ സാറിന്റെ ഈ അറിവ് ഒന്നുകൂടി ജീവിതത്തിലേക്ക് പകർത്തണം എന്ന് തോന്നുന്നുണ്ട്. മാക്സിമം ശ്രമിക്കും. താങ്ക് യു സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. Thank you Suleha. Then Sindhu ma'am. ഹായ് ഓസ്റ്റിൻ സാർ. ഞാൻ വീഡിയോ ഓൺ ആക്കിയില്ല. എന്തായാലും ഇന്നത്തെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ എന്റെ അംഗൻവാടി കുട്ടികളെ കൊണ്ട് വരെയും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയിക്കാറുണ്ട്. ഇന്ന് അങ്ങ് തരുന്ന ഭക്ഷണത്തിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്റെ മക്കളെ കൊണ്ട് ഞാൻ ഭക്ഷണം കഴിപ്പിക്കാറുള്ളത്. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇത് ഭയങ്കരമാണ്. കാരണം ഞങ്ങൾ അംഗൻവാടി ടീച്ചേഴ്സിന് മാസത്തിൽ ഒരു മന്ത്ലി റിപ്പോർട്ട് കൊടുക്കുന്ന പരിപാടി ഉണ്ട്. അതില് നമ്മൾ ഈ മൊത്തം വരവ് ചെലവുകളുടെ കണക്കുകളാണല്ലോ, തൂക്കങ്ങളൊക്കെയാണല്ലോ. അതിന്റെ വ്യത്യാസം വന്നു കഴിഞ്ഞാല് അവിടെ കിലോഗ്രാമിന് വരെയും വ്യത്യാസം വരാം. അപ്പൊ നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതാൻ മാത്രമേ നടക്കുള്ളൂ. ചില ആൾക്കാർ അതുവരെ എഴുതാൻ പറ്റാതെ അന്നത്തെ ദിവസം മീറ്റിംഗ് സമയത്ത് വന്നിരുന്നിട്ട് എഴുതണ കാണാം. പക്ഷെ എനിക്ക് ഇതെല്ലാം തലേ ദിവസം നമ്മൾ റെഡിയാക്കി കൊണ്ടുപോകണത് എനിക്ക് ഇഷ്ടം. കാരണം കോൺസെൻട്രേറ്റ് കിട്ടില്ല എന്നുള്ളതാണ്. ഈ സംസാരത്തിലൊന്നും നടക്കില്ല. അപ്പൊ അത് ഭയങ്കര ഇതാണ്. അതുപോലെ ഭക്ഷണം കഴിക്കാൻ അത് വരെ അവർക്ക് ടി വി നേരം ഭക്ഷണം കഴിക്കാൻ മുന്നിൽ എടുത്ത ചപ്പ് ഓടി വരും. അവർക്ക്
സിന്ധു മാം കേൾക്കുന്നില്ല. സിന്ധു മാം പോയിന്ന് തോന്നുന്നു. അല്ല, അത് കട്ടായി പോയി. ഓക്കെ അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ ആ ഭക്ഷണത്തിനെ മാത്രം ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോഴേ ഓരോന്നിന്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. മറ്റേ നമ്മള് അവിടെ ഇവിടെ ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിന്റെയും ടേസ്റ്റ് മനസ്സിലാവില്ല. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറേ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സിന്ധു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സമീറ മാം ഉണ്ട്. താങ്ക് യു സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാനിത് 1 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വേറൊരു മനസ്സിലാക്കിയതായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കുളിക്കുമ്പോഴും അത് ആസ്വദിച്ച് കുളിക്കാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളം നമ്മുടെ ശരീരത്തിൽ വീഴുന്നത് ആ തണുപ്പും അല്ല അതിലേക്ക് അത് അവർ പറഞ്ഞത് ക്ലോസ് വാച്ചിങ് എന്നാണ് പറഞ്ഞത്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ക്ലോസ് വാച്ചിങ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ചെയ്യാറുണ്ട്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് a lot. താങ്ക് യു. സെമീറ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. മാജിക് മോർണിംഗ് സാർ. മാജിക് മോർണിംഗ്. ഈ ക്ലാസ് ഭയങ്കര ഉഷാറായ ക്ലാസ് ആയിരുന്നു സാറേ. നമുക്ക് ഇത്രയും അറിവ് പകർന്നതിന് സാറിന് വളരെ താങ്ക്സ് ഉണ്ട്. പിന്നെ ഓരോ ശ്വാസം എടുക്കുമ്പോഴും നമ്മൾ ഫീൽ ചെയ്യണം എന്നുള്ള ഇതുവരെ ഞാൻ ഒരുപാട് യോഗ ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ അറിയില്ലായിരുന്നു. ചൂടും തണുപ്പും ഒക്കെ ആസ്വദിച്ച് ചെയ്യണം എന്നുള്ളത്. ഹാപ്പിനെസ് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇങ്ങനെ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അവിടെ ഇതുപോലെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ഒറ്റ മുന്തിരി എടുത്തിട്ട് നമ്മള് ഇതുപോലെ മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കണത് പറഞ്ഞിരുന്നു. അന്ന് സാർ പറഞ്ഞിരുന്നു ഓരോ മുന്തിരി ആയാലും ഒരു പീസ് ആയാലും 32 പ്രാവശ്യം കഴിച്ചാലേ ഉള്ളൂ അത് നമുക്കത് അതിന്റെ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് സാർ പറഞ്ഞിരുന്നു. പക്ഷെ അത് ഈ മൈൻഡ്ഫുൾനെസ് ആണെന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് അത് മനസ്സിലായത്. യോഗ ക്ലാസ്സിലൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. വളരെ താങ്ക്സ് ഉണ്ട് സാർ ഇങ്ങനെ ഒരു ക്ലാസ് തന്നതിന്. താങ്ക് യു സമീറ. താങ്ക്സ് a lot. സെമീറ മാം. ദെൻ പ്രകാശ് സർ. എനിക്ക് സനീഷ് സാർ അധികം ഹാൻഡിൽ ചെയ്യാം. സാർ നമസ്കാരം. സാർ മാജിക് മോർണിംഗ് സാർ. എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് എന്തെങ്കിലും മൊബൈലോ അല്ലെങ്കിൽ ടി വി വേണം. അനുഭവത്തിൽ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിട്ട് സാറിന്റെ ക്ലാസ് വളരെ അധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതുപോലെ തന്നെ നമ്മൾ ശ്വാസം മെഡിറ്റേഷൻ ആയ ശരി നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ തന്നെ ഈ ഒരു ഫീൽഡിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെയധികം താങ്ക്സ് സാർ. താങ്ക് യു. താങ്ക് യു സനീഷ്. താങ്ക് യു സോ മച്ച്. ഞാൻ ഒറ്റ കാര്യം സനീഷ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കി ഇന്ന് നോക്കിയിരുന്ന പല ആൾക്കാരും, ഞാൻ പറയുന്നത് നല്ലൊരു ശതമാനം ആൾക്കാരും ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലെ മൊബൈലൊക്കെ കൊണ്ട് പോകുന്നുണ്ട്. കാര്യം ഇപ്പൊ യൂറോപ്യൻ ടോയ്ലറ്റ്സ് ആണല്ലോ, ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ കയ്യില് ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ ഇവിടെ മൊബൈല് റീൽസ് കാണുന്ന ആൾക്കാർ നിരവധിയുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ എപ്പോഴെങ്കിലും ഫോണൊക്കെ വിളിച്ചു കഴിഞ്ഞാല് ഫോണൊക്കെ എടുക്കുക. അപ്പൊ പറയും ഹലോ എന്നൊക്കെ പറഞ്ഞ ശബ്ദം നമുക്കറിയാലോ. ബാത്റൂമിൽ നിന്നുള്ള ഒരു ശബ്ദത്തിന്റെ ഒരു പ്രത്യേകത ഇല്ല. എവിടെ ഞാൻ ബാത്റൂമിലടാ. അപ്പൊ ഈവൻ ഫോൺ കുളിക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ വേറെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും മൊബൈൽ കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. താങ്ക് യു സാർ. താങ്ക് യു ശ്രീജൻ സാർ, സനീഷ് സാർ, പ്രകാശൻ സാർ പറഞ്ഞോളൂ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. നേരത്തെ തന്നെ നമ്മുടെ റസാഖ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നിരിക്കുന്ന സമയം വീട്ടുകാരൊക്കെ ഉണ്ടാവും. അവർക്ക് ടി വി വെക്കാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മള് പറഞ്ഞു നോക്കി. അപ്പൊ 1-2 ദിവസമൊക്കെ അവര് സ്റ്റോപ്പ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് കണ്ടിന്യൂസ് ആയി. അപ്പൊ ഞാൻ കഴിക്കാൻ നേരത്ത് ഭക്ഷണം എടുത്ത് വേറെ സ്ഥലത്ത് വെച്ച് കഴിക്കും. കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും വീണ്ടും അവരോട് എടുത്ത് കഴിക്കും. ആ ഒരു അവസ്ഥയിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് അപ്പൊ അതിനകത്ത് അത്രയും മൈൻഡ്ഫുൾ നമുക്കത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് അത്രയും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സാർ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ശരിക്കും കോൺസെപ്റ്റ് ചെയ്താൽ നമുക്കത് ഗുണപരമാണ്. ഇപ്പൊ ഇതുപോലെ തന്നെ എമർജൻസി കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ബാത്റൂമിൽ ഇതുപോലെ ഫോൺ കൊണ്ടുപോയി വെക്കാറുണ്ട്. കാരണം ഒഴിവാക്കാൻ പറ്റാത്ത ആളുകൾ വിളിച്ചു കഴിഞ്ഞാൽ വിളിക്കും. അപ്പൊ നമുക്കത് പിന്നീട് അവർ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെ വേണ്ടിയിട്ട് അത് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ഏതായാലും ഇനി മുതൽ അത്തരം കാര്യങ്ങളില്ലാതെ ചെയ്യുന്ന കാര്യത്തിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, താങ്ക് യു സാർ. നല്ല ക്ലാസ്. താങ്ക് യു പ്രകാശ് സർ. താങ്ക് യു ഓസ്റ്റിൻ സർ. ദെൻ ഇതുപോലത്തെ നമ്മുടെ ഓസ്റ്റിൻ സർ, പ്രവീണ മാം, ഒരുപാട് ആളുകളുടെ ക്ലാസ്സുകൾ നമ്മൾ ബി മാജിക് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് വാച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ.
സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓസ്റ്റിൻ സർ. നല്ലൊരു ക്ലാസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. മാഡം നമുക്കതിന്റെ താങ്ക് യു സർ. പിന്നെ യൂട്യൂബിന്റെ ലിങ്ക് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ ഒന്നുകൂടെ ഷെയർ ചെയ്യാം. താങ്ക് യു ഓവിയ. Thank you, താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you, sir. Thank you to all. താങ്ക് യു. Yes, sir.